നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. RSSന്റെ വംശീയ ഉന്മൂലന ലക്ഷ്യം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ വഖഫ് ഭേദഗതി ബില്ല് അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ദേശവ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ താനൂരിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. താനൂർ ഹാർബർ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം താനൂർ നഗരം ചുറ്റി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ താനൂർ മണ്ഡലം പ്രസിഡന്റ് CM സദക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി വിഷയാവതരണം നടത്തി. RSS എന്ന് പറയുന്ന മനുഷ്യകുലത്തിന്റെ കാട്ടാളമുഖങ്ങള് അന്ന് നടപ്പിൽ വരുത്തിയത് എന്ന് സൂചന നൽകുന്നുണ്ട്. അതായത് 2000-ഓളം വരുന്ന മനുഷ്യ ജീവനുകളെ പച്ചക്ക് ചുട്ടുകൊന്ന RSS ആണ് പറയുന്നത് വഖഫ് ഭേദഗതി ബില്ല് രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഖഫ് ഭേദഗതിയെ ന്യായീകരിക്കാൻ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ നിരത്തിയത് പച്ചക്കള്ളങ്ങളാണെന്നും ഈ ഭേദഗതി രാജ്യത്തിന്റെ ബഹുസ്വരതയെയും അഖണ്ഡതയെയും തകർക്കുന്നതാണെന്നും സാമൂഹിക നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട് ദാനം ചെയ്ത സ്വത്തുക്കൾ നിയമത്തിന്റെ പഴുതിലൂടെ തട്ടിയെടുക്കാനാണ് RSSന്റെ ഈ ഗൂഢനീക്കമെന്നും ഹമീദ് പരപ്പനങ്ങാടി പറഞ്ഞു. TV ഉമ്മർകോയ, മുനീർ മംഗലത്ത്, ഫിറോസ് നൂർ മൈതാനം എന്നിവർ സംസാരിച്ചു. ന്യൂസ് 99 താനൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.